അപ്പൊ നമ്മൾ സ്ട്രെസ് നല്ലതാണോ ചീത്തതാണോ എന്ന് ചോദിച്ചാല് നമുക്കറിയാം ഒരു മിനിമം ലെവൽ ഓഫ് സ്ട്രെസ് നമ്മളെ മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇപ്പൊ ലൈഫിൽ ഒരു സ്ട്രെസ്സും ഇല്ല, ഒരു ചെറിയ മിനിമൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് പോലും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര മടിയന്മാരായി പോകും. അതല്ല ലൈഫിൽ ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒരു ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ ഒരു ടോളറൻസ് കപ്പാസിറ്റിക്ക് അപ്പുറം സ്ട്രെസ് പോയി കഴിഞ്ഞാലോ അത് നമ്മളെ ലൈഫിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ സ്ട്രെസ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ചോദിച്ചാൽ മൈ ഫസ്റ്റ് ആൻസർ ഈസ് എ മിനിമൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഈസ് ഗുഡ് ഫോർ എസ്. ആൻഡ് ഇഫ് ഇറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് ബാഡ്. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്നിന് നമ്മൾ ഇ യു സ്ട്രെസ് എന്ന് പറയും. അതായത് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെ ഇ യു സ്ട്രെസ് എന്നും നെഗറ്റീവ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെ നമ്മൾ ഡിസ്ട്രെസ് എന്നും പറയും. ഒരു ഉദാഹരണത്തിന് ഒരാള് ഒരു അസൈൻമെന്റ് ചെയ്തു, ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ഇനഫ് ഫോർ ദാറ്റ്. അതല്ലെങ്കിൽ ആൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു അപ്രിസിയേഷൻ കിട്ടി, സോ ഇറ്റ്സ് എ ഗുഡ് സ്ട്രെസ്. പിന്നെ ഒരു ഇ യു സ്ട്രെസ് ആണ്, പോസിറ്റീവ് സ്ട്രെസ് ആണ്. ഇപ്പൊ ഒരു ആളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, ആളത് ക്ലിയർ ചെയ്യുന്നു. ആ പ്രോസസ്സിലൂടെ ആൾ കടന്നു പോയിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈസ് ഗെറ്റിംഗ് എ പോസിറ്റീവ് റിസൾട്ട്. ഇറ്റ്സ് കോൾഡ് ഇ യു സ്ട്രെസ്. നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രോണിക് സ്ട്രെസ്. അത് ആ ഒരു ലൂപ്പിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടാതെ പിന്നെ അതിൽ കടന്നിട്ട് ഇങ്ങനെ ആള് ഉരുകി പോകുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയാം. അതായത് നെഗറ്റീവ് സ്ട്രെസ്സിനാണ് നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് ഒരുപാട് പേർക്കുള്ള ഒരു ഒരു ഡൗട്ടാണ്, സ്ട്രെസ്സിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് വാക്കുകൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ, ബേൺ ഔട്ട്. അപ്പൊ ഈ ഒരു ബ്രോഡ് ടേം അത് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയാം. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ മലയാളം ഉത്കണ്ഠ എന്നാണ് അർത്ഥം. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? ആന്റിസിപ്പേറ്റഡ് വറി. അതായത് ഇപ്പോ നിലവിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു മിസ്ഫോർച്യൂൺ മേ കം ഇൻ മൈ ലൈഫ് എന്നുള്ള അസംഷനിലേക്കും ആന്റിസിപ്പേഷനിലേക്കും പോയി നമ്മളെ ലൈഫിനെ അത് വേഴ്സ് ആക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് എക്സാമിന് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും. ഈ ആങ്സൈറ്റി എപ്പോഴാണ് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആവുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരം ആങ്സൈറ്റി നമ്മുടെ ലൈഫിൽ നിലനിന്ന് അത് നമ്മളെ വ്യക്തി ജീവിതത്തിനെയും സാമൂഹിക ജീവിതത്തിനെയും ഒക്കെ ബാധിച്ച് നമ്മളെ ഡെയിലി റുട്ടീൻസിന് അത് ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റിൽ കയറാനുള്ള പേടിയോ അല്ലെങ്കിൽ എക്സാമിനുള്ള ആങ്സൈറ്റിയോ ഒന്നും അത് ആങ്സൈറ്റി എന്ന് പറയാം. നമുക്ക് ഉത്കണ്ഠ ഉണ്ടായി എന്ന് പറയാം. പക്ഷെ അത് ഉത്കണ്ഠ രോഗമാവണമെങ്കിൽ നമ്മൾ എല്ലാ സ്ഫിയർ ഓഫ് ലൈഫിലും ആങ്സൈറ്റി ഉണ്ടായി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യുക, ഈ ഒരു പ്രവണതക്കാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയാം. അപ്പോൾ ആങ്സൈറ്റിന്റെ മലയാളം ഉത്കണ്ഠ. ഇനി ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിനാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഒരു പിരിമുറുക്കത്തിലോട്ട് പോയി അല്ലെങ്കിൽ ടെൻഷനിലോട്ട് പോയി. ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ മലയാളം സമ്മർദ്ദം എന്നാണ്. പിന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നോക്കണം, ഡിപ്രസ്ഡ്, ഞാൻ ഡിപ്രസ്ഡ് ആണെന്നൊക്കെ. ഈ ഡിപ്രഷൻ എപ്പോഴാണ്, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് എന്നുള്ള വാക്ക് എപ്പോഴാണ് ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ആവുക ചോദിച്ചാൽ ആ ഡിപ്രഷൻ നമുക്ക് നിലനിന്ന് ഒരു 2 ആഴ്ചയിലധികം നമുക്ക് ഒരു ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത പോലെ ഫീൽ ചെയ്യുക, വേർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള തോന്നൽ വരിക, ഹോപ്പ്ലെസ് അതായത് പ്രതീക്ഷയില്ലാത്ത പോലെ തോന്നുക, വേർത്ത്ലെസ് ആയിട്ട് തോന്നുക. പിന്നെ ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് തോന്നുന്നു സാധാരണ ഒരു സങ്കടോ ദുഃഖമോ അല്ല ഡിപ്രഷൻ. ഒരു പെർവസീവ് ആയിട്ട് ക്രോണിക് ആയിട്ട് ഈ ഫീൽ വരുന്നതിനാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയാം. ഇനി മറ്റൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേൺ ഔട്ട്. ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടും ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒക്കെ നമ്മൾ പിന്നെ എക്സോസ്റ്റഡ് ആയി ഒരു അപ്രിസിയേഷനും കിട്ടാതെ അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷനും കിട്ടാതെ നമ്മൾ എക്സോസ്റ്റഡ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ബേൺ ഔട്ട് എന്ന് പറയാം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്ട്രെസ് എന്നുള്ള വാക്കിന്റെ കൂടെ മാനേജ്മെന്റ് എന്നുള്ള ഒരു ഒരു ടേമും കൂടെ ആഡ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു അസുഖത്തിനെ കുറിച്ച് എപ്പോഴാണ് മാനേജ്മെന്റ് എന്ന് പറയാം? നമുക്കൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇപ്പൊ ഒരാൾക്ക് ഒരു റീനൽ ഫെയിലിയർ, ഒരു കിഡ്നി ഫെയിലിയർ വന്നാൽ അതിനെ നമ്മൾ ഒരു മാനേജ്മെന്റ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുക. അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് വന്നു ഒരാൾ ബെഡ് റിഡൺ ആയി, അപ്പൊ ഒരു മാനേജ്മെന്റ് എന്നുള്ള രീതിയിലേക്കാണ് പോവുക. അതായത് നമ്മൾ സ്ട്രെസ്സിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ അഡ്രസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രസൻസ് ഓഫ് ഈ നമ്മൾ ഈ സ്ട്രെസ്സിന്റെ പ്രസൻസിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതായത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. നമ്മുടെ ലൈഫിൽ അത് വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതായത് നമ്മളൊരു ഒരു എലമെന്റിൽ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ ലൈഫിന്റെ ഒരു സ്ഫിയറിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടായി.
നമ്മൾ അതിനെ സംഭവം മാനേജ് ചെയ്ത് അടുത്ത മൊമെന്റിലേക്ക് പോയി, നമ്മൾ അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി, അവിടെ നമുക്ക് വേറെ സ്ട്രെസ് അനുഭവപ്പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രെസ് നമുക്ക് വരുന്നു. ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് പോവുക എന്നുള്ള ടേം കൊണ്ടാണ് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രസന്റേഷനിലോ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കുറിച്ച് എപ്പോഴും പറയുന്ന സമയത്തൊക്കെ സ്ട്രെസ്സിനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് മാനേജ്മെന്റ് എന്നുള്ള ടേം ഉള്ള കാരണം. അപ്പോൾ ദർ ഇസ് ടു റീസൺസ്. ഒന്ന്, അക്നോളജിങ് ദ പ്രസൻസ് ഓഫ് സ്ട്രെസ് ആൻഡ് അക്സെപ്റ്റിംഗ് ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. അതായത് നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തിട്ട് പോകേണ്ടി വരും. അപ്പോ നമുക്കറിയാം സ്ട്രെസ് നമ്മളെ ലൈഫിൽ എങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്യുന്നു നമുക്കറിയാം. ഇതിൽ ഇരിക്കുന്ന പിന്നെ എന്നെ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നോ രണ്ടോ സമയത്തെങ്കിലും മിനിമം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങളെ ഹെൽത്തിനെ ബാധിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഫിസിക്കൽ മെന്റൽ ഹെൽത്തിനെ അത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്ട്രെസ് എങ്ങനെയാണ് നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്നത് എന്നുള്ള ഒരു ഹോൾ സെഗ്മെന്റിൽ ഞാൻ പറയാം. ഒന്ന്, ഫിസിക്കൽ എഫക്റ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഹാർട്ട് റേറ്റ് കൂടുന്നതായിട്ടും ഹെഡ് ഏക്സും സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഒക്കെ വരും. പക്ഷെ ലോങ് ടേം ആയിട്ട് സ്ട്രെസ് എന്താണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ക്ലിയർലി ഇമ്മ്യൂണോ സെപ്പറേഷൻ. നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ആക്ച്വലി ഇമ്മ്യൂണോ സെപ്പറേഷൻ ഉണ്ടാക്കും. നമ്മളെ ഇമ്മ്യൂണിറ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ട്രെസ് ഒരുപാട് കാലം നിന്നാൽ അത് ഈ പറഞ്ഞ പോലെ മെറ്റബോളിക് ഡിസോർഡർ, അതായത് ഡയബറ്റീസ് പോലെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻസ് പോലെയുള്ള ഡിസോർഡറിലോട്ടൊക്കെ അത് മൂവ് ചെയ്യുന്നു. ഈവൻ കാർഡിയോ വാസ്കുലർ, അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്കും അത് പോകും. അപ്പോൾ ഒരു ഒരു ചെറിയ ടൈം ഓഫ് പിന്നെ ഒരു ടൈമിന് വരെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിലും ലോങ് ടേം ആയിട്ട് നമ്മൾ അത് അഡ്രസ് ചെയ്യാതെ അവിടെ തന്നെ കിടന്നാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു എഫക്ട് യുവർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ മെന്റൽ ഹെൽത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചാൽ, നമ്മൾ കുറേ കാലം സ്ട്രെസ് വന്ന് അതിന് പ്രോപ്പറായിട്ട് നമുക്ക് അറിയില്ല, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല, അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ആദ്യം നമ്മൾ ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. നമ്മൾ ഈ ഷോർട്ട് ടേം ടെമ്പേർഡ് ആവാൻ തുടങ്ങും. നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. നമ്മളെ അറ്റൻഷൻ ബാധിക്കും, നമ്മളെ ശ്രദ്ധനെ ബാധിക്കും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം കണ്ടുവരുന്നത്. ലോങ് ടേം ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഹൈപ്പർ ടെൻഷൻസോ ഡിപ്രഷനോ ഒക്കെ വരികയും നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കാനും തുടങ്ങും. അപ്പൊ ഒരിക്കലും സ്ട്രെസ് നമ്മൾ ലോങ് ടേം ആയിട്ട് വെയിറ്റ് ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത് പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇത് അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വഴി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. ഓക്കെ. ഇനി എന്ത് കാര്യത്തിൽ നിന്നാണോ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് ആ ഫാക്ടറിനാണ് നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ജോബിൽ നിന്നാണ് സ്ട്രെസ്സർ, അല്ല എന്റെ ജോബാണ് എന്റെ സ്ട്രെസ്സർ, എന്റെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ് എന്റെ സ്ട്രെസ്സർ, എന്റെ ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ ആണ് എന്റെ സ്ട്രെസ്സർ, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന പ്രഷർ ആണ് എന്റെ സ്ട്രെസ്സർ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ട്രെസ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ ക്ലിനിക്കിലോ അല്ല ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കോമൺ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് സ്ട്രെസ് വരും, അവരതിനെ എങ്ങനെയൊക്കെയോ മറികടക്കും, അവർ അടുത്ത മൊമെന്റിൽ എത്തും. എന്താണ് വന്നതെന്നോ അവരതിനെ മറികടക്കാൻ ഉപയോഗിച്ച കോപ്പിംഗ് സ്ട്രാറ്റജി എന്താണെന്നോ അവർക്ക് അറിയണ്ടാവില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ സാധാരണ ഒരു ലേമൻസ് ഒരു സാധാരണ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ കാണും. ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പാറ്റേണോ ഒരു പ്ലാനോ ചിലപ്പോൾ ഉണ്ടാവില്ല. ഷോർട്ട് ടേം ആയിട്ട് മാത്രം അതിനെ ഓവർകം ചെയ്യാനുള്ള ചില പൊടിക്കൈകൾ മാത്രമേ ഉണ്ടാവൂ. നമുക്കറിയാം നമുക്ക് ചില സ്ട്രെസ്സറുകൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജോബ്, നമ്മുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ഒന്നും ചിലപ്പോൾ നമുക്ക് മറികടക്കാൻ പറ്റില്ല. അപ്പൊ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സ്ട്രെസ് വരുമ്പോൾ നമ്മൾ രണ്ട് റെസ്പോൺസിലേക്കാണ് പോവുക. നമ്മളെ പിന്നെ മൈൻഡ് ഒന്നില്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഓടും, ഇതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഓടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വലിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് നമുക്ക് ഒരു കാരണവശാലും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫ്ലൈറ്റ് ആവും, അവിടുന്ന് എസ്കേപ്പ് ആവും. പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണം, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ട്രെസ്സിനെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. സ്ട്രെസ്സിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് ക്ലിയർ സ്ട്രാറ്റജീസ് ആൻഡ് വിഷൻ. നമ്മൾ ഏതൊക്കെ രീതിയിൽ പോകണം, എങ്ങനെ പോകണം എന്നുള്ളൊരു ക്ലിയർ സ്ട്രാറ്റജി നമ്മുടെ ലൈഫിൽ വേണം. അപ്പോ ഈ ഒരു പിന്നെ സ്ട്രെസ് മാനേജ്മെന്റിൽ പിന്നെ ഒരു അത് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നേരത്തെ ഡിപ്രഷൻ പറഞ്ഞു, ആങ്സൈറ്റി പറഞ്ഞു, അതല്ലെങ്കിൽ ബേൺ ഔട്ട് പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് കോമൺ സിനാരിയോസ് പറഞ്ഞു. ഇപ്പോ നമ്മുടെ നാട്ടില് പൊതുവെ പിന്നെ കേരളത്തില്
2021 നടന്നൊരു പഠനം. തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ട് എല്ലാ ജില്ലയിലും ഓൾമോസ്റ്റ് സാമ്പിൾസ് എടുത്തൊരു പഠനത്തിൽ പറയുന്നത് കേരളത്തിലെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിൽ 61% കുട്ടികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 61% എന്ന് പറഞ്ഞാൽ 100 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ 61 കുട്ടികൾക്കും ഡിപ്രഷനാണ്. അപ്പൊ ഇതിൽ അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടോ, അതല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സോ പിന്നെ നമ്മളെ കോളേജുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി റെയർ. അപ്പൊ ഇതൊരു പിന്നെ നമ്മൾ ഒരു ഫ്യൂച്ചറിലെ കൺസേൺ അല്ല, ഇറ്റ്സ് എ കൺസേൺ ഓഫ് നൗ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പിന്നെ ഇന്ത്യയിൽ നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ 5-ൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 5-ൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസന്റേഷനിൽ ഇപ്പൊ എത്ര പേരുണ്ട്? അപ്പൊ ഈ 5-ൽ ഒരാൾക്ക് ഡിപ്രഷന്റെ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ട്, ആൻസൈറ്റിയോ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമല്ല പറയുന്നത്, ഡിപ്രഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ആയിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ദർ ആർ സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ്. അപ്പൊ അതൊക്കെ ഫുൾഫിൽ ചെയ്ത് വരുന്ന 5-ൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി അലാമിംഗ് സ്റ്റേറ്റ് ഇൻ അവർ കൺട്രി ആൻഡ് എസ്പെഷ്യലി ഇൻ കേരള. നമ്മൾ ഇത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കഴിഞ്ഞ പിന്നെ സെപ്റ്റംബർ 10-ാം തീയതി പിന്നെ സൂയിസൈഡ് പ്രിവെൻഷൻ ഉണ്ടായിരുന്നു. 10-ആണോ 11-ആണോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സൂയിസൈഡ് പ്രിവെൻഷൻ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ സ്ഥാനം സൂയിസൈഡിൽ ഇന്ത്യയിൽ 4-ാം സ്ഥാനത്താണ്. അതായത് നമ്മളെ കൂട്ടത്തിൽ നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സോ നമുക്കറിയുന്ന ആളുകളൊക്കെ ചിലപ്പോ പിന്നെ സൂയിസൈഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു പിന്നെ പ്രോബ്ലം എന്താന്ന് വെച്ചാല്, എന്തുകൊണ്ട് ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ആളുകൾക്ക് ഡിപ്രഷൻ വരുന്നു എന്ന് ചോദിച്ചാല് അതിന്റെ ഒരു മേജർ പാർട്ട് ഈസ് കമ്മിങ് ഫ്രം സ്ട്രെസ്. അവരുടെ ലൈഫിൽ അവർക്ക് വരുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ വലിയ സ്ട്രെസ്സുകളോ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതല്ലെങ്കിൽ അതിന്റെ വാർണിംഗ് സ്റ്റേജോ അതിന്റെ റെഡ് ഫ്ലാഗോ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാനും 1-2 കാര്യങ്ങൾ തെറപ്യൂട്ടിക് ആസ്പെക്റ്റിൽ സ്പെസിഫിക് ആയിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അത് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പൊ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ വർക്ക് നമ്മളെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒരു നോ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോ നിങ്ങള് പിന്നെ ഞാൻ ഇപ്പൊ വിദേശത്തൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ GCC കൺട്രീസിലൊക്കെ ഒരു സെഷൻസ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടൊക്കെ കാണുന്ന ഒരു പാറ്റേൺ എന്താന്ന് വെച്ചാൽ മിക്ക നല്ല കമ്പനീസിലും സാധാരണ പിന്നെ കമ്പനീസ് അല്ല പറയുന്നത്, അവർക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും. അതായത് അവരെ വർക്കിന്റെ ടൈം കഴിഞ്ഞാല് അവർക്ക് പിന്നെ ഈ എംപ്ലോയീസ് അവിടെ വരാൻ പാടില്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ അസോസിയേറ്റ് ചെയ്തൊരു കമ്പനി ആയിരുന്നു കേരളത്തിലെ ഇംപെക്സ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പൊ അവിടെ അവര് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താന്ന് വെച്ചാൽ HR കൃത്യമായിട്ടൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിനെയും ഇവിടെ കാണാൻ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ ഇൻവോൾവ് ആവണം. അപ്പൊ അവർക്ക് അറിയാം അവര് പേഴ്സണൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ അവർക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മളെ പേഴ്സണൽ ബൗണ്ടറിയും പ്രൊഫഷണൽ ബൗണ്ടറിയും നമ്മൾ ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇനീഷ്യലി നിങ്ങൾ ജോബിന് ഇറങ്ങുന്നതിന്റെ മുമ്പ്, ഇത് ജോബിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ജോബിന് ഇറങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെ മനസ്സിലുണ്ടാവണം വാട്ട് ഈസ് മൈ ബൗണ്ടറി. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു എംപ്ലോയി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മലയാളത്തിൽ പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആവശ്യം പറഞ്ഞ് നമ്മളെ അവകാശങ്ങൾ നേടിയെടുത്താൽ നമുക്കുണ്ടാവും എന്നുള്ളതാണ് മിക്ക സ്ഥലത്തെയും സാഹചര്യം. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ക്ലാരിറ്റി വേണം, എന്ത് ഞാൻ പറയണം, എവിടെ ഞാൻ എന്റെ പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇനി നമ്മളെ ഫാമിലിയിൽ വേണോ? യെസ്, ഒബ്വിയസ്ലി ഫാമിലിയിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മളെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. എല്ലാ സിറ്റുവേഷനിലും നമ്മളെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മള് മലയാളികള് എസ്പെഷ്യലി സെൽഫ് കെയർ എന്നുള്ളത് വളരെ പൂറാണ് നമുക്ക്. നമ്മളെ കാര്യത്തിൽ മാത്രം നമുക്ക് എപ്പോഴും ഒരു മീ ടൈം നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ പ്ലഷർ കിട്ടുന്നത്, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കേടില്ലാത്ത സംഗതികൾ നമ്മൾ നോക്കണം. പിന്നെ അടുത്ത് വരുന്ന ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഒരു ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യന്. ഇപ്പൊ നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ലൈഫും നമ്മൾ മൂവീസും നമ്മൾ കാണുന്ന സീരീസും അല്ലെങ്കിൽ നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മ ഒക്കെ നമ്മളെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ അടുത്തതാണ് ടൈം മാനേജ്മെന്റ്. നമ്മൾ ടൈം നിർബന്ധമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. ഞാൻ ഒരു കാര്യം ചുരുക്കി പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ അത്യാവശ്യം എന്താണോ
അനാവശ്യം എന്താണോ, അല്ലെങ്കിൽ നമുക്ക് ലീസ്റ്റ് ആയിട്ടുള്ള ആവശ്യം എന്താണോ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ആകെ ഒരു മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഐഫോൺ എടുക്കണം എന്ന് ആഗ്രഹം തോന്നും. നിങ്ങൾ 20,000 വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ 20,000 വർക്ക് ചെയ്യുന്ന ആള് ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലോട്ടാണ് പോകേണ്ടത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പൊ നമ്മള് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസിക് ആയിട്ടുള്ള നെസസിറ്റി, നമ്മളെ ഭക്ഷണം, താമസം, ഇത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതല്ലെങ്കിൽ അപ്പൊ നമ്മളെ ഗോള് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് ടേം, ഇമ്മീഡിയറ്റ് ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഇനി വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത്. നമ്മൾ എക്സസൈസ് ചെയ്യാനും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനും വളരെ മടിയുള്ള കൂട്ടത്തിലാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മളിപ്പോ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിൻ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ബ്രെയിനിൽ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻഡോഫിൻ ഹോർമോൺസ് റിലീസ് ആവും. ആൻഡ് വാട്ട് ഈസ് എൻഡോഫിൻ? എൻഡോഫിൻ നാച്ചുറൽ മൂഡ് ബൂസ്റ്റർ ആണ്. ഈ നാച്ചുറൽ മൂഡ് ബൂസ്റ്റർ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തെ അത് റിലീസ് ആവുന്നുള്ളൂ. അത് നമ്മൾ ബാക്കിയുള്ള സ്ട്രെസ് ഹോർമോണിനൊക്കെ താഴോട്ട് കൊണ്ടുവരികയും നമ്മളെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മളെ ഹോർമോണൽ ബാലൻസ്, അതായത് സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എൻഡോഫിന്റെ പണി. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണ ആങ്സൈറ്റിക്കോ ഡിപ്രഷനോ ഒക്കെ മെഡിസിൻ കഴിക്കുമ്പോൾ SSRI മെഡിസിൻസ് ആണ് കഴിക്കുക, സെലക്റ്റീവ് സെറട്ടോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്. അത് സെറട്ടോണിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള പണിയാണ് എടുക്കുന്നത്. പക്ഷെ ദർ ഈസ് എ ബൈപ്പാസ്, അതായത് WHO ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ബെറ്റർ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ഒരു 30 to 40 മിനിറ്റ്സ് നമ്മൾ ഡെയിലി ഒരു സാധാ ബ്രിസ്ക് വാക്കിങ്ങോ, അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്ത ആളുകൾക്ക് എയറോബിക് എക്സസൈസസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ പരിധി വരെ സ്ട്രെസ് അതിന്റെ ഇമ്മീഡിയറ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിപ്രഷനിലോട്ടൊക്കെ പോവാതെ നമ്മളെ ലൈഫിന്റെ കൺട്രോൾ നമ്മളെ കൈ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ. ഓക്കെ. കുറച്ചും കൂടെ അങ്ങോട്ട് കയറി നമ്മളൊരു തെറാപ്യൂട്ടിക് രീതിയിൽ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മെഡിറ്റേഷൻസോ മൈൻഡ്ഫുൾനെസ് നമുക്കറിയാം. പിന്നെ ഇറ്റ്സ് എ തെറാപ്യൂട്ടിക് ടെക്നിക്. നമ്മളെ ലൈഫിൽ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ പ്രസന്റ് ആയിട്ടോ അല്ലെ പാസ്റ്റ് ആയിട്ടോ ഫ്യൂച്ചർ ആയിട്ടോ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഹിയർ ആൻഡ് നൗവിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസിന്റെ ജോലി. ഇനി അടുത്ത ജേർണൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കുകയും അടുത്ത മൊമെന്റിൽ എത്തുകയാണ് ചെയ്യുക. അപ്പൊ ഈ ജേർണലിംഗ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മളെ കുറിച്ചൊരു ക്ലാരിറ്റി, ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. ഓരോ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ്, ഒരു 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ ഒരു 9:45 നമ്മൾ എഴുതി വെക്കുക. ഇന്ന് എന്റെ ലൈഫിൽ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെ, എന്തിനാണ് ഞാൻ സ്ട്രെസ് അടിച്ചത്, ഇത് അടിക്കേണ്ട വിഷയമായിരുന്നോ, ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചെയ്യാനുണ്ടെങ്കിൽ അത് എന്തായിരുന്നു, ഇനി ചെയ്യാനില്ലെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. ഈ രീതിയിൽ ജേർണലിംഗ് നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇൻസൈറ്റ് വരും. പിന്നെ അടുത്തൊരു ദിവസം അല്ലെ അടുത്തൊരു സമയം ആ സെയിം സ്ട്രെസ്സും സെയിം തോട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ജേർണലിംഗിൽ നിങ്ങൾ എഴുതിയ ആ സൊല്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ സൈക്കോളജിസ്റ്റുകളൊക്കെ പ്രൂവൺ ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ JPMR നടിച്ചാൽ കിട്ടും. ജേക്കോബ്സൺ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. സ്ട്രെസ് റിലീസ് ചെയ്യാനും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് സെൽഫ് കെയർ ആണ്. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കെയർ ചെയ്യാനും നമ്മളോട് കാണിക്കുന്ന നീതിയാണ് ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എപ്പോഴാണ് ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ഹിൻസ് പറഞ്ഞുതരാം. അതായത് നമുക്ക് പണ്ട് സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാതിരിക്കുക, പിന്നെ നമ്മൾ ഉറക്കം മിസ്സാവുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമുക്ക് ആളുകളോട് സംസാരിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുക, അതുപോലെ തന്നെ നമ്മളൊരു കൂട്ടത്തിൽ നിന്നാലും ഞാൻ ഒറ്റക്കാണെന്നുള്ള ഫീല് വരിക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമുക്കൊരു റീസൺ ഒന്നും നമുക്ക് മൈൻഡിൽ വരുന്നില്ല, പക്ഷെ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുക. ഇത്തരം സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു തെറാപ്പിസ്റ്റിനെ നമ്മൾ കാണാൻ നിർബന്ധമാണ്. ഇനി ഞാൻ എൻ്റെ പ്രസന്റേഷന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു 8:30 വരെ നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി ഡിസ്കഷൻ മോഡിലോട്ട് പോവാം. നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ പിന്നെ തെറാപ്യൂട്ടിക് അപ്രോച്ച് നമ്മളെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഇപ്പോൾ നിലവിൽ ലോകത്തിന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഒന്ന്
പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ച് ആണ്. പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ചിന് ഉദാഹരണമാണ് CBT, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹയർ മെന്റൽ ഫംഗ്ഷൻ, അതായത് നമ്മളെ തോട്ട് ഒക്കെ. അപ്പൊ നമ്മളെ തോട്ട്സിൽ എന്ത് എറർ ആണുള്ളത്, അതിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത്, സ്ട്രെസ് വരുന്നതെന്ന് മനസ്സിലാക്കി അത് നമ്മളെ ബിഹേവിയർ, നമ്മളെ സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളതെന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കുന്ന, അതായത് പ്രശ്നത്തിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്തിട്ട് പരിഹരിക്കുന്ന ഒരു വിഷയമാണ് പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ച്. സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് അപ്രോച്ച്. അതായത് നമ്മൾ നമ്മളെ എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത്തിലോട്ട് നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ഓക്കെ ആവുന്നത്, അതല്ലെങ്കിൽ എന്താണ് എന്റെ സ്ട്രാറ്റജി, എന്താണ് എന്റെ കോപ്പിംഗ് മെക്കാനിസം. ലാസ്റ്റ് ഒരു റീസെന്റ് ആയിട്ട് എനിക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. അതായത് നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് സെൽഫായിട്ട് തെറാപ്പിസ്റ്റ് ഒന്നും കാണാൻ നിങ്ങൾക്ക് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന സംഗതി കുറച്ചും കൂടെ സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ച്. സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെ പിന്നെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കൂടുതൽ എംഫസൈസ് കൊടുക്കാതെ നമ്മൾ ഹിയർ ആൻഡ് നൗവിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മളെ പിന്നെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് കൂടുതൽ എഫക്റ്റീവായി ചിന്തിക്കാം, കാര്യങ്ങൾ ചെയ്യാം, ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് ഇത് ബെറ്റർ ആവുന്ന ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കിയിട്ട് എന്താണോ നമുക്ക് വർക്ക് ആവുന്നത് അത് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് SFT, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പിന്നെ ഉള്ളത് സൈക്കോ അനാലിസിസ് ആണ്. സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സൈക്കോ തെറാപ്പി മെത്തേഡ് ആണ്, എഫക്റ്റീവ് മെത്തേഡ് ആണ്. പക്ഷെ ഇറ്റ് ടേക്സ് മോർ ടൈം. അത് ഒരുപാട് സമയമെടുത്ത് ഒരു ഒരു സൈക്കോ അനാലിസിസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്പ് ആവും, പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും. പിന്നുള്ളത് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള, മൈൻഡ്ഫുൾനെസ് തെറാപ്പിസ്റ്റ് അടുത്ത് പോയി, മൈൻഡ്ഫുൾനെസ് ഒരു തെറാപ്പി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നമ്മൾ യോഗ ഒക്കെ ഒരു വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ മൈൻഡ്ഫുൾനെസ് ഒരു വേ ഓഫ് ലൈഫ് ആണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സൊല്യൂഷൻ. അപ്പോ ഇത്രയാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മളെ ലൈഫിൽ നമ്മളെ ടൈമും എനർജിയും എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെ കൊടുക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. അതല്ലെങ്കിൽ നമ്മളാകെ പിന്നെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലോട്ടും ഒരു ഡിഫിക്കൽട്ട് ലൈഫിലോട്ടുമാണ് നമുക്ക് പോവാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ വിഷൻ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് പോവുക. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും, അത് ശരിയാവില്ല. നമ്മൾ കരിയറിലൊക്കെ മിക്കവാറും ആളുകൾ ചെയ്യുന്നത്, കുറെ ജോബ് ചെയ്തു, ചിലപ്പോൾ ശരിയാവില്ല, അടുത്ത ജോബ് ചെയ്യും, ശരിയാവില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് എടുത്തിട്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ടോ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ പോകുമ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം. ഇപ്പൊ നമ്മൾ തെറാപ്പിസ്റ്റ് അടുത്ത് പോയിട്ടോ, അതല്ലെങ്കിൽ ഒരു സൈക്കോമെട്രീഷ്യന്റെ അടുത്ത് പോയിട്ടോ ഒക്കെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ച് നമ്മളെ പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമാകുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, നമ്മൾ സ്ട്രെസ് എങ്ങനെ ഹെൽപ്ഫുൾ പിന്നെ മാനേജ് ചെയ്യാം എന്നൊക്കെ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരു 1-2 മാസം മതിയാവും. പക്ഷെ അത് നമ്മളവിടെ മടിച്ചു നിൽക്കുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് നമ്മളെ ലൈഫ് ലോങ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു കാര്യം. പിന്നെ ഇപ്പത്തെ സ്പെസിഫിക് സിനാരിയോയില് സ്ട്രെസ് കൂടാൻ ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അറിയാതെ നമ്മളെ ലൈഫിലേക്ക് കയറി വന്ന ഒരു ഡോപ്പമിൻ കൾച്ചർ. ഞാൻ റീസെന്റ് ആയിട്ട് ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഡോപ്പമിൻ കൾച്ചറിനെ കുറിച്ച്, വളരെ ചെറിയൊരു പോസ്റ്റ്. ഡോപ്പമിൻ എന്ന് നമുക്കറിയാം, ഡോപ്പമിൻ പ്ലഷർ റിലീസിങ് ഹോർമോൺ. നമുക്ക് ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലഷർ കിട്ടും. ഡോപ്പമിൻ പിന്നെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്താൽ ഡോപ്പമിൻ റിലീസ് ആവും. എന്ത് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്താലും ഡോപ്പമിൻ റിലീസ് ആവും. പക്ഷേ നമ്മൾ എപ്പോഴും ആ ഡോപ്പമിൻ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ എന്ത് അഡിക്ഷൻ, അതായത് ഇപ്പോ അതെന്ത് ലഹരി ആയിക്കോട്ടെ, മദ്യമോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ MDMA എന്തും ആയിക്കോട്ടെ, നമ്മളെ ന്യൂറോളജിക്കൽ പാത്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. അത് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ഹാപ്പിനെസിന് പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനോ വെയിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയോ ഒക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ജനറേഷനിൽ വരുന്നത് കൊണ്ട് അത് നമ്മളെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറിയിട്ട് കുറച്ചും കൂടെ പെർവസീവ് ആയിട്ട് ഒരു ലൈഫ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് നമ്മളെ ഒരു ജോബിന്റെ വിഷയമാണ്. അത് നമുക്കറിയാം, ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് അതിന്റെ പീക്ക് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഒരുപാട് പേര്
യങ്സ്റ്റേഴ്സ് തെറപ്പി സെഷൻസിനൊക്കെ വരുമ്പോൾ അവർ വേറെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ റീസൺസ് എലിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ല എന്നുള്ളത് അവരെ ലൈഫിൽ വളരെ വലിയൊരു വിഷയം. അപ്പൊ അതിനും ഒരു പരിധി വരെ നമുക്ക് ആൾറെഡി നല്ല മെന്റേഴ്സിനെ പിന്നെ ഏത് ഫീൽഡിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ആ ഫീൽഡിൽ നല്ല മെന്റേഴ്സിനെ ഒരു മെന്റർഷിപ്പ് എടുക്കുന്നതും ഒരു ഗൈഡൻസ് എടുക്കുന്നതും ഒക്കെ നമ്മൾ ഷെയിംഫുൾ ആയിട്ട് കാണേണ്ടതില്ല. ഒരുപാട് ട്രയൽ ആൻഡ് എറർ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ബെറ്റർ ആയിട്ട് ഒരു മെന്റർഷിപ്പിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് അവർ ഡിസ്കഷൻ ഹിയർ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റീസോ ക്വയറീസോ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. Hi, I am Nilofer. Can I ask a question? Okay. Yeah, sure. Okay. ഞാൻ 3-4 വർഷം മുമ്പാണ് ഒരു തെറപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ Okay. എൻ്റെ ഇതില് ഐ വാസ് ലൈക്ക് എനിക്ക് ഡിപ്രഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ, ലൈക്ക് ഐ ഹാഡ് സം സിംറ്റംസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ് ഈസ് പ്രോബബ്ലി ദി ഏർലി സ്റ്റേജസ്. പക്ഷെ ഒരു Okay. തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കുമ്പോൾ, സോ ഷീസ് എ സൈക്കോളജിസ്റ്റ്, she said, Illa, you have the symptoms of clinical depression, and she referred me to a psychiatrist. So Okay. my question is on behalf of the community and everyone listening. Like ഒരു ക്ലിനിക്കൽ, അതായത് ഞങ്ങള് ഒരു ഡേഞ്ചർ സോണിലേക്കാ പോകുന്നതെന്ന് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിക്ക് എങ്ങനെ മനസ്സിലാവാം? Okay. Nilofer, I'll tell you something. നമുക്ക് ഇന്റർനെറ്റിൽ ബെക്ക് ഡിപ്രഷൻ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒരു സ്കെയിൽ ഉണ്ട്. ഓക്കെ, ഈ ബെക്ക് ഡിപ്രഷൻ വേണ്ടി സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ്. ആ സ്കെയിലിൽ നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷനാണ് കിട്ടുക. 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പിന്നെ 4 ഓപ്ഷൻ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്കോർ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് പിന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡിപ്രഷൻ എന്നുള്ള കാറ്റഗറി ഉണ്ടാവും. ഒരു മൈൽഡ് ഡിപ്രഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് 1-2 സെഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു മോഡറേറ്റ് ഡിപ്രഷൻ ആണെങ്കിൽ യു വിൽ നീഡ് CBT ആൻഡ് അതർ തെറപ്പീസ്. ഒരു സിവിയർ ഡിപ്രഷൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പും കൂടെ വേണ്ടി വരും. അപ്പൊ ഇതിൽ സാധാരണ ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സിംപ്ലി അയാൾക്ക് പണ്ട് സന്തോഷം കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അയാൾക്ക് ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രതീക്ഷ ഇല്ലാത്ത പോലെ തോന്നും. അയാൾ ദൈനംദിന കാര്യങ്ങൾ അയാൾക്ക് ബോറടിക്കാൻ തുടങ്ങും. അയാൾക്ക് എന്നെ തന്നെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് തോന്നും. ഇങ്ങനെ ഒരു 2 ആഴ്ച, ഇതൊക്കെയാണ് ഡിപ്രഷന്റെ സിംറ്റംസ്. 2 ആഴ്ച അധികം കൂടി നിന്നാൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ ആള് പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. Okay, thank you. Okay. Sir, my name is Nishana. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് തന്നെ ഉള്ളൊരു ഇഷ്യൂ ആണ്. ചിലപ്പം ചില ടൈംസ് സ്ട്രെസ് ഉള്ള ടൈമിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചില ടൈമില് ബോഡിയുടെ ഒരു സ്പെസിഫിക് പാർട്ടിലും മാത്രം പെയിൻ വരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? അത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സ്റ്റേജ് ആണോ എന്താണ്? എന്റെ കേസിൽ നെക്കിന്റെ ബാക്കിലാണ്. എനിക്ക് തീരെ ഭയങ്കര ഡിസ്റ്റർബൻസ്. എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് കരഞ്ഞു. നെക്കിന്റെ ബാക്കിലെ പെയിനെങ്കിലും കഴുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു ഡിസ്റ്റർബൻസ് ഉള്ള പോലെ തോന്നും. അപ്പം കിടക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നിഷാന, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല് ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒക്കെ കൂടുതലും ശാരീരിക ലക്ഷണങ്ങളാണ് വരിക. അപ്പൊ നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ, കുറെ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയുണ്ട്, സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ പറയുമ്പോൾ അത് മനസ്സിനുള്ളൊരു ഫീലിംഗ് അല്ലേ എന്നുള്ളത്. ഇത് മനസ്സിനെ എഫക്ട് ചെയ്യുന്നതിന് മുമ്പ് മിക്കവാറും ആളുകൾക്ക് ഇതുപോലത്തെ സൊമാറ്റിക് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണ് വരിക. അതായത് ഇപ്പൊ ഒരു മോഡറേറ്റ് ഡിപ്രഷനിൽ 2 കാറ്റഗറി ഉണ്ട്. മോഡറേറ്റ് ഡിപ്രഷൻ വിത്ത് സൊമാറ്റിക് സിംറ്റം, വിത്തൗട്ട് സൊമാറ്റിക് സിംറ്റം. സോമ എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ് അർത്ഥം. സൊമാറ്റിക് സിംറ്റം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും നിങ്ങൾക്കൊരു പിന്നെ നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ ഡൗൺ ആണോ, ഈ സിംറ്റം നിങ്ങൾക്ക് ഒരുമിച്ചുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങളോട് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് അത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള പിന്നെ അത്രത്തോളം ഡിസ്ട്രെസ് ഇല്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ നിങ്ങളുടെ ആക്ടിവിറ്റി വർക്ക് ഷെഡ്യൂളിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസിലോ ഒക്കെ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. സാധാരണ രീതിയിൽ ടെൻസ്ഡ് ആകുമ്പോൾ ആങ്ഷ്യസ് ആകുമ്പോൾ വരുന്ന ഒരു സിംറ്റം ആണ് ബോഡിയിൽ ഡിസ്കംഫേർട്ട് വരും. ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ കഴുത്തിലായിരിക്കും, ചിലപ്പോൾ കയ്യിലായിരിക്കും, ചിലപ്പോൾ ചെസ്റ്റിലായിരിക്കും, ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ടായിരിക്കും,
മിക്കവാറും 90% ഓഫ് ദി അസിഡിറ്റി, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ ആങ്സൈറ്റി കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ വരുന്നതാണ്, സ്ട്രെസ് കൊണ്ടൊക്കെ വരുന്നതാണ്. ഓക്കെ 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 താങ്ക് യു സർ. ഓക്കെ ഹായ്, ഹലോ. ഹലോ റാഫേൽ. ആക്ച്വലി എനിക്കൊരു സൊല്യൂഷൻ ബേസ്ഡില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതായത് ജേർണലിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അതെ, അതുപോലെ തന്നെ ഞാൻ റീസെന്റ് ഡൂഡ്ലിംഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് മനസ്സിലായില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. റീസെന്റ് ഡൂഡ്ലിംഗ് എന്ന് പറയും, ഡൂഡ്ലിംഗ്. അതെ, അതായത് ഓക്കെ. ഇങ്ങനെ വെറുതെ കുത്തി വരച്ച് ലൈക്ക് ആ, ലൈക്ക് ഒരു ഭയങ്കര ആർട്ടിസ്റ്റിക് ഒന്നും ആവണ്ട, ബട്ട് സ്റ്റിൽ ഓക്കെ അത് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഐ ഡോണ്ട് നോ ഹൗ എഫക്റ്റീവ് ഇറ്റ് ഈസ്. ഞാൻ ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ ഓക്കെ കിട്ടാറുണ്ട്, പിന്നെ എല്ലാവർക്കും അത് എഫക്റ്റീവ് ആവുന്നില്ല. അപ്പൊ അതേപോലത്തെ ജേർണലിംഗ് പോലത്തെ വേറെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പറയാൻ പറ്റും? ഓക്കെ റാഫേൽ, ബേസിക്കലി നമ്മൾ ഒരു തെറാപ്പിസ്റ്റ് ഓറിയന്റേഷനിൽ സംസാരിക്കുമ്പോൾ പിന്നെ നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന തെറാപ്പിക്ക് നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് എന്നാണ് പറയുക. ഇപ്പോൾ സാധാരണ പല മെത്തേഡ്സും, ഇപ്പോൾ ചില ആളുകൾക്ക് ഫിലിം കാണുമ്പോൾ ആശ്വാസം ഉണ്ടാവും, ചില ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ പോകുമ്പോൾ ആശ്വാസം ഉണ്ടാവും. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ റാഫേൽ പറഞ്ഞ പോലെ ചിലപ്പോൾ പിന്നെ കുത്തി വരക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് നിങ്ങൾ ജേർണൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ട്രെങ്ത്തും കൂടെ ചെയ്യാം. നിങ്ങൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഇതിനിടക്കൊക്കെ ഒരു സ്ട്രെസ് വരികയും നിങ്ങൾ അതിനെ എഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു, അത് നിങ്ങളൊരു കോപ്പി മെക്കാനിസം ആണ്. ആ കോപ്പി മെക്കാനിസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാം. അതാണ് നമ്മൾ സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ജനറൽ ആയിട്ടുള്ള കാര്യമില്ല, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ജേർണലിംഗ് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതി പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ്, JPMR എന്ന് പറയും. നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ പിന്നെ ഇന്റർനെറ്റിൽ, ഗൂഗിളിലൊക്കെ പിന്നെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതൊരു പ്രോഗ്രസീവ് ആയിട്ട് നമ്മളെ മസിൽസിനെ ടെൻസ് ചെയ്ത് ലൂസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഒരു ആശ്വാസം അത് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. റാഫേൽ, ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു കൗൺസിലിങ്ങിലൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് വെന്റിലേഷൻ ആണ് റാഫേൽ. അതായത് ഒരാൾ പറയുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആക്റ്റീവ് ആയിട്ട് ആളെ ലിസൺ ചെയ്യും, നോൺ ജഡ്ജ്മെന്റലി അയാളെ മുഴുവൻ പാരാഫ്രൈസ് ചെയ്ത് അയാൾക്ക് വേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് ലിസൺ ചെയ്യും. അപ്പൊ നമ്മൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, നമ്മളെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒരാൾ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഒരുപാട് ഒരു ആശ്വാസം നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പിന്നെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പോ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയാനോ, ഒരു തെറാപ്പിസ്റ്റ് എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടെ അങ്ങോട്ടുള്ള കാര്യമാണ്. അങ്ങനെ സ്പേസും കൂടെ നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ കുറേയും കൂടെ ഒക്കെ നമ്മളെ മെന്റൽ ഹെൽത്ത് ബെറ്റർ ആവും. ഒരു ഡൗട്ടും കൂടി ഉണ്ട്, അത് പറഞ്ഞ ഓക്കെ കാരണം ഓക്കെ ഒന്നതാണ്. ഓക്കെ അതായത് ഇപ്പം നോൺ ജഡ്ജ്മെന്റൽ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ എനിക്കറിയില്ലല്ലോ കറക്റ്റ് എങ്ങനെ കൗൺസിലിംഗ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം ഇങ്ങനെ ഒരു നമുക്ക് പറ്റിയ ഒരാള്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഒരു ഓൺലൈൻ സംഭവം ചെയ്തിരുന്നു, ലൈക്ക് ഓക്കെ ഒരു കൗൺസിലിംഗ് പോലെ. ഓക്കെ ലൈക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്തതാണ്, പ്ലാറ്റ്ഫോമിന്റെ പേര് പറയുന്നില്ല. സോ അവിടെ നിന്ന് എനിക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല, എനിക്ക് എന്തോ ജഡ്ജ്മെന്റൽ ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം ലൈക്ക് ഇങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് എങ്ങനെയാണ് ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കാം? അതാണ് എന്റെ ഡൗട്ട്. റാഫേൽ, അതൊരു പിന്നെ ഒരു കൺസേൺ ആണ്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ പ്രോബ്ലം ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം MSc സൈക്കോളജി കഴിഞ്ഞ് MPhil സൈക്കോളജി കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളോ അറ്റ്ലീസ്റ്റ് റെഗുലർ ആയിട്ട് MSc മോഡൽ സൈക്കോളജി പഠിച്ച ആളുകളോ നല്ല പ്ലാറ്റ്ഫോമിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ട് അവർക്ക് ഇന്റേണൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അങ്ങനെ പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മിസ്ഫോർച്യൂണേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തെറാപ്പി സ്റ്റോപ്പ് ചെയ്യണം. അത് കൂടുതൽ സെഷനിലേക്ക് ഫസ്റ്റ് സെഷന്റെ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകരുത്. നിങ്ങളെ കൺസേൺ പ്ലാറ്റ്ഫോമിൽ അത് ഇൻഫോം ചെയ്യണം. നിങ്ങൾ അടുത്തൊരു ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എടുക്കുന്നതിന് മുമ്പ് ഈ കൺസേൺ നിങ്ങൾ റേസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കേസ് മാനേജറോട് തന്നെ ആ ഒരു ക്വയറി പറയണം. ഇപ്പൊ ഞങ്ങൾ ഇതിൽ മെന്റലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാ തെറാപ്പിസ്റ്റിനോടും ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. നമ്മളെ പേഷ്യൻസിന് നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ക്ലയൻസിന് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ഡെഫിനറ്റ് ആയിട്ടും ഉള്ള ഒരു കാര്യമാണ്. കുറെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർ ഇനീഷ്യലായിട്ട് പ്രോപ്പർ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, താങ്ക് യു.
Okay, Anila, my husband has been experiencing acidity since few months. Took medicines, it controlled. As he stopped the medicine, it's back. What's the step should we consider next? അനില, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും ഗ്യാസ്ട്രോ ഡോക്ടേഴ്സിനായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരെപ്പോഴും സ്ഥിരമായിട്ട് പേഷ്യൻസിനെ നമുക്ക് റെഫർ ചെയ്യാറുണ്ട്. ഇപ്പൊ സ്ട്രെസ് ഉള്ള ആളുകൾക്ക് മെറ്റബോളിക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അവരുടെ ദഹന പ്രക്രിയയിലും അവരുടെ ഇമ്മ്യൂണിറ്റിയിലും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആദ്യം വേണ്ടത് അവരുടെ സ്ട്രെസ്സിനെ, ചിലപ്പോൾ അവർക്ക് കോൺഷ്യസ് ആയിട്ട് എനിക്ക് ഇതിന്റെ സ്ട്രെസ് ഉണ്ടെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് ഒരു തെറാപ്പി സെഷനിൽ, ഡീറ്റെയിൽ ആയിട്ടുള്ള തെറാപ്പി സെഷനിൽ പിന്നെ ചോദിച്ച് മനസ്സിലാക്കി റിലാക്സേഷൻ ട്രെയിനിങ്സ് ഒക്കെ ചെയ്താൽ ഒരു വലിയ പരിധി വരെ നമുക്ക് ഈ അസിഡിറ്റി മറികടക്കാൻ പറ്റും. അതിലൊക്കെ അറിയുന്നുണ്ടാവും, ഒരു IBS എന്ന് പറഞ്ഞൊരു അസുഖം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അത് ഈ അസിഡിറ്റിനേക്കാൾ കുറച്ചും കൂടെ വലിയ പ്രോബ്ലമാണ്. അതായത് നമുക്ക് ബാത്റൂമിൽ എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂം പോകാൻ തോന്നുക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് വരിക. അപ്പൊ ഈവൻ IBS വരെ ഒരു വലിയ പരിധി വരെ പിന്നെ what are your thoughts on importance of spiritual quotient similar to EQ and IQ? What percentage and metrics can be used to measure its impact? ഷാക്കിർ, ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. മേ ബി ഉണ്ടാവും. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ബേസ്ഡ് ഓൺ യുവർ പെർസെപ്ഷൻ. അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ പിന്നെ ആശ്വാസം കണ്ടെത്തുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് അതൊന്ന് ഒന്നും കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കത് ആൻസർ ചെയ്യാൻ എക്സാക്ട്ലി കഴിയില്ല. വൈ? ബിക്കോസ് ഞാൻ അത് വിശ്വസിക്കുന്നത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സ്പിരിച്വാലിറ്റിയിൽ നമുക്കറിയാം, ഒരുപാട് യൂറോപ്യൻസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്ന് സ്പിരിച്വാലിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് അതിന് ആശ്വാസം കിട്ടിയിട്ടായിരിക്കും. നമ്മൾ ആൾറെഡി സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകൾ ചിലപ്പോൾ റാഷണൽ ആയിട്ടും ഒരു എത്തിസ്റ്റ് തോട്ടിലേക്ക് പോകുന്നു, ചിലപ്പോൾ അവർക്ക് അതിൽ ഓക്കെ അല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ സബ്ജക്റ്റീവ് ബേസിസ് എന്നാണ് എൻ്റെ ഒരു പെർസെപ്ഷൻ. ഓക്കെ, പിന്നെ ഹൗ ടു ഡീൽ വിത്ത് പാനിക് അറ്റാക്സ്. ഇതാ പാനിക് അറ്റാക്ക് എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് ഞാൻ ചെയ്യാറ് പാനിക് അറ്റാക്കിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് റിലാക്സേഷൻ ട്രെയിനിങ് കൊടുക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് പാനിക് അറ്റാക്ക് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഫിസിക്കൽ എക്സസൈസ് കൊടുക്കും. ഒരു ഒട്ടുമിക്ക പാനിക് അറ്റാക്സും എൻ്റെ എക്സ്പീരിയൻസിൽ മെഡിസിൻ ഒന്നും ഇല്ലാതെ അത് പിന്നെ നല്ല തെറാപ്പി സെഷനിലൂടെ തന്നെ മാറ്റാൻ എനിക്ക് പറ്റാറുണ്ട്. ഈവൻ സിവിയർ കേസ് ആണെങ്കിൽ നമ്മൾ മെഡിസിന്റെ സപ്പോർട്ട് കൂടെ അതിൽ വേണ്ടി വരും. ഞാൻ ആദ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യുക പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഏത് ആൾക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത്. എവറി ക്ലയന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ഹിസ് ഓർ ഹെർ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം, ഇന്ന തെറാപ്യൂട്ടിക് അപ്രോച്ചിലാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. റഷ ഒരു സർ എന്ന് മാത്രം അയച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഇല്ല. Hi everyone, I am Faiza. How can we break the cycle of burnout? While time management and self-care are often suggested, and that's the reality, is many people still working long hours. There is a limit to what we can handle. Could you please share some simple yet effective strategies we can follow to escape the cycle? ഫൈസ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ബേൺ ഔട്ട് എന്നുള്ളത് മിക്കവാറും ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൽ നമുക്ക് പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അതിന് നിങ്ങൾ നല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ടാവും. ഇനി കോപ്പിംഗ് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ സ്റ്റിൽ പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ചിൽ മോഡലിങ്ങിനും അല്ലെങ്കിൽ പുതിയ കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാനൊക്കെ ഒരുപാട് പിന്നെ ടൂൾസ് ഉണ്ട്, സൈക്കോതെറാപ്പി ടൂൾസ് ഉണ്ട്. വാട്ട് അബൌട്ട് ഓൺലൈൻ സെഷൻ ആൻഡ് ലൈക്ക് തെറാപ്പി ആൻഡ് ഓൾ, ഇസ് ഇറ്റ് എഫക്റ്റീവ്? അതൊരു പിന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ ദി തെറാപ്പിസ്റ്റ് ആൻഡ് ദി ക്ലയന്റ്. ഇപ്പൊ ക്ലയന്റ് ഒരു പിന്നെ IT ഫീൽഡിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എഫക്റ്റീവ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കേസ് ഓൺലൈനായിട്ട് എടുക്കുന്ന തെറാപ്പിസ്റ്റ് ആണെങ്കിലും അത് എഫക്റ്റീവ് ആണ്. രണ്ടുപേർക്കും ആ ഒരു ഓൺലൈൻ സെഷൻ, അതായത് അതിൽ വലിയ പരിചയം ഇല്ലെങ്കിൽ അത് വലിയ ദുരന്തമായിട്ട് മാറുകയും ചെയ്യും.
മൈൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ പേഴ്സണലി ഇറ്റ് വർക്ക്സ് ഫോർ മീ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഓൺലൈൻ ലിറ്ററസി, അതായത് പിന്നെ നമ്മളതിന് യൂസ് ടു ബി ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് നല്ല റിസൾട്ട് ഉണ്ടാവും. Rasha, I've gone through postpartum depression for almost a year. Now it's all okay. Baby is 2.5 years old, but now some triggering is happening, which leads to panic attack. Any tips to overcome? റഷ, പിന്നെ ഇതിൽ നമുക്ക് അറിയേണ്ടത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നിങ്ങൾ എങ്ങനെയാണ് കോപ്പ് ചെയ്തത്, അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ആൾറെഡി ചെയ്ത മോഡൽസ് ഉണ്ടാവും. നിങ്ങളെ ഈ ഒരു ബിഹേവിയർ ബ്രേക്ക് ചെയ്യാനും നിങ്ങളെ സ്ട്രെസ് ബ്രേക്ക് ചെയ്യാനും ചെയ്ത മോഡൽസിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്തായിരുന്നോ അത് കൂടുതലായിട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ റിലാക്സേഷൻ ട്രെയിനിങ്സ് റഷക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ റിലാക്സേഷൻ ട്രെയിനിങ്സ് പാനിക് അറ്റാക്കിനെ ഒരു വലിയ പരിധി വരെ പിന്നെ തടയാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് നിങ്ങളെ മെയിൻറ്റെയിനിങ് ഫാക്ടേഴ്സ്, നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻറ്റെയിനിങ് ഫാക്ടർ മിക്കവാറും ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് പാനിക് അറ്റാക്സ് ഒക്കെ വരാനുള്ള റീസൺസ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. Jamada, I started taking sessions 3 months ago when I was struggling to connect with my newborn. After the sessions, things improved and everything went back normal. I attended session bi-weekly for nearly 3 months. I stopped, but I never get stressed and while balance different. So I feel a sense of hopeless. What after some time it fades. Okay. ഇതിൽ ഞാൻ അതുകൊണ്ടാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു, അതുകൊണ്ട് നമ്മളെ ലൈഫ് ഇങ്ങനെ പോവല്ലേ, വി കം അക്രോസ് ഡിഫറെന്റ് ചാലഞ്ചസ്. അപ്പൊ നമ്മളൊരു പണ്ടൊരു ചാലഞ്ചിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് നമ്മൾ തെറാപ്പി എടുത്തു എന്ന് വിചാരിച്ച് നമ്മളെ ലൈഫ് ലോങ് ആയിട്ട് അത് കോപ്പ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കോപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ CBT ഒക്കെ പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ച് സ്പെസിഫിക്കലി ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി കൃത്യമായിട്ട് ക്ലയൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇനി ഫ്യൂച്ചറിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഫേസ് ചെയ്യണം. അപ്പോൾ CBTന്റെ എൻ സ്റ്റേജിൽ റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയും. റിലാപ്സ് എന്നല്ല, ആ വന്ന പ്രോബ്ലം വീണ്ടും വരുന്ന അവസ്ഥക്കാണ് റിലാപ്സ് എന്ന് പറയാം. അപ്പൊ ഈ റിലാപ്സ് പ്രിവെൻഷൻ എങ്ങനെ ഉണ്ടാവാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് CBT പറയുന്നുണ്ട്. ആ മെത്തേഡ്സിൽ ഒരു ക്ലയന്റിനെ വീണ്ടും എക്യുപ്ഡ് ആക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തെറപ്പി സെഷനിൽ ഇത് മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ തെറാപ്പി എടുക്കുന്ന സമയത്ത് റിലാപ്സ് പ്രിവെൻഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തെറാപ്പി ടെർമിനേറ്റഡ് ആവുന്നുള്ളൂ നിങ്ങൾ ഉറപ്പുവരുത്തും. ഓക്കെ. ഹലോ സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലൈക്ക് ബിഫോർ എനിക്ക് അങ്ങനെ ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു പേഴ്സൺ ഇല്ല. ഇപ്പം എനിക്ക് മോളുണ്ട്, 7 years old ആണ്. അപ്പം ഇപ്പം ലൈക്ക് ഇപ്പൊ അവര് പഠിപ്പിക്കാനൊക്കെ ഇരുത്തുമ്പം ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് വരുന്നുണ്ട്. ലൈക്ക് എനിക്കറിയാം അത്രയും ദേഷ്യം കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ ഭയങ്കര ദേഷ്യമായിരിക്കും ആ ഒരു ടൈമില്. പിന്നെ ഞാനൊക്കെ സോറി പറയും എല്ലാം ചെയ്യുമെങ്കിലും പിന്നെ ഒരു നെക്സ്റ്റ് ടൈം വരുമ്പോഴും അതേ ദേഷ്യം തന്നെ എനിക്ക് ലൈക്ക് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് മോളുടെ അടുത്ത്. അപ്പം എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല ചില ടൈമില്. അപ്പൊ ഞാൻ നന്നായി ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അതെങ്ങനെയാണ് എന്റെ ആങ്കർ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒന്ന് പറയൂ. വേറെ ടൈമിലൊന്നും. നല്ല ചോദ്യമാണ്. പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയും തമ്മിലൊരു മിസ്മാച്ച് അതിലുണ്ടാവും. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ചിലപ്പോൾ എല്ലാ ദിവസവും വായിക്കാനുള്ള മൂഡ് ഉണ്ടാവില്ലല്ലോ. തസ്നീം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു സ്ട്രെസ് നമ്മളെ കുട്ടികളെ മേലിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റർ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പാരന്റ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ ഇമോഷൻ കൂടെ അതിൽ വരും. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണത്. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഒരു സ്റ്റഡി മെത്തേഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പൊ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്കിപ്പോ ഈ സിലബസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ചോ അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. കുറച്ചും കൂടെ എക്സ്പെരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ മോനെയും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കൂടെ പ്രോബ്ലം ആണ്. പിന്നെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് നമ്മളെ ഒരു എക്സ്പെക്ടേഷനും ചിലപ്പോൾ കുട്ടിയുടെ ലേണിംഗ് സ്കില്ലും ഒക്കെ അതിൽ ഒരു മിസ്മാച്ച് ഉണ്ടാവും.
ജസ്റ്റിനും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലൊരു പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടിയുടെ ടീച്ചറോട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലറോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കുട്ടികൾക്കും സബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്ലാനാണ് വേണ്ടത്. അതിന് നമ്മൾ സൈക്കോളജിയിൽ IEP എന്നാണ് പറയുക, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്നാണ് പറയാം, അല്ലെങ്കിൽ പ്രോഗ്രാം എന്നാണ് പറയാം. അപ്പൊ ആ ഒരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ക്ലാസിക്കൽ മെത്തേഡിൽ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ആവുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് ഓക്കെ ആവണമെന്നില്ല. ഓക്കെ. ഇപ്പം ഈ ആങ്കർ ഇഷ്യൂസ് ഇപ്പം നമുക്കിപ്പം കൺട്രോൾ, ഞാൻ പറഞ്ഞല്ലോ മുന്നേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാത്തൊരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് പെട്ടെന്ന് എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം സാർ എന്തോ ഒരു സംതിങ് എന്തോ പറഞ്ഞില്ലേ, ഒരു അങ്ങനത്തെ അത് നമ്മളത് ഇഫക്റ്റീവ് ആവുമോ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ? ആങ്കർ ഇഷ്യൂസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരു സെൽഫ് കൺട്രോൾ ഒരു വലിയ പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ കുട്ടീനെ പഠിപ്പിക്കുന്നത് എല്ലാ കാലവും നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുമെങ്കിൽ കൊണ്ടും നിങ്ങളെ ഇമോഷൻസ് അവിടെ പിന്നെ പ്രോസസ്ഡ് ആവും. നിങ്ങൾക്ക് JPMR കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു എന്താണോ ട്രിഗർ, അവിടെ നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രിഗറിങ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ അതിന് വേറെ ആൾട്ടർനേറ്റീവ് മെത്തേഡ് നിങ്ങൾ കണ്ടെത്താത്തോളം കാലം അതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട്, ഒരു മെയിൻറ്റെയിനിങ് ഫാക്ടറായിട്ട് അവിടെ നിലനിൽക്കും. ഒരു ചെറിയ പരിധി വരെ നിങ്ങൾക്ക് ആങ്കർ മാനേജ്മെന്റിനൊക്കെ JPMR ഹെൽപ്ഫുൾ ആവും. ഓക്കെ സർ, താങ്ക് യു. Okay, Nitasha. So what's inner child healing? Have been hearing about it quite often. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് എന്നുള്ളതാണ് പറയുക. നമ്മുടെ നാട്ടിലിപ്പോ ഒരുപാട് പേര്, ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് കാണാൻ പറ്റും, മൈൻഡ് പവർ ട്രെയിനിങ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അതൊന്നും സയന്റിഫിക് അല്ല ആക്ച്വലി. ഇന്നർ ചൈൽഡ് ഹീലിംഗും ശരിക്കും ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആണോ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺട്രഡിക്ടറി സബ്ജക്ട്. പിന്നെ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ ടെക്നിക് ഉണ്ട്. അതും ചെയ്യുന്നത് ആക്ച്വലി പാസ്റ്റ് ലൈഫിലുള്ള, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് അല്ല, നമ്മളെ പിന്നെ ചൈൽഡ്ഹുഡിലുള്ള ട്രോമാസും കോൺഫ്ലിക്ട്സും റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സയന്റിഫിക് അപ്രോച്ചിലൂടെ നിങ്ങൾ സൈക്കോ അനാലിസ്റ്റ് അടുത്ത് പോയിട്ടാണ് എങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാതെ സോ കോൾഡ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് വർക്ക്ഷോപ്സോ പ്രാക്ടീസ് ഒന്നും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബെനിഫിറ്റ്. Okay, so there are some more questions. No? I had one more question if you don't mind. Okay, Nilufa. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് സ്ട്രെസ്സർ ഉണ്ടാവുമ്പോൾ ഫ്ലൈറ്റ് ടു ഫൈറ്റ്. അപ്പോൾ അതിൽ ഫ്ലൈറ്റിൽ നിങ്ങൾ ഇതിൽ പിക്ചറിൽ കാണിച്ചത് ഇസ് ബേസിക്കലി ലീവിങ് ദ പ്ലേസ്, ലീവിങ് ദ സിറ്റുവേഷൻ. Okay, so let's say we have been in an abusive or toxic environment for a while, and we want to leave, like our body, our mind wants to leave, but the people around us are telling us that it's a sign of weakness, അല്ലെങ്കിൽ മലയാളികൾ പറയുന്ന ഒളിച്ചോട്ടം. അപ്പോ ഇപ്പോ നമ്മളൊരു എൻവയൺമെന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ലീവ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണോ അല്ല, ലൈക്ക് whether it's good for us or bad for us, like should we leave or should we just stay and fight it out? How do we make that difference? ബേസിക്കലി ആ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് ഒരു താൽക്കാലികമാണെങ്കിൽ അതും നിങ്ങൾ ഒരു വൺ ടൈം എസ്കേപ്പ് ചെയ്താൽ നിങ്ങളെ ലൈഫിനെ അത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്ലൈറ്റ് ലീവ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതല്ല നിങ്ങളെ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളെ ഒരുപാട് കാലത്തേക്ക് നിങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരു സംഗതി ആണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് നിങ്ങൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്യാൻ എടുക്കുക എന്നുള്ളത് അതൊരു ഓൾഡ് അപ്രോച്ചാണ് ആക്ച്വലി. അതൊരു പിന്നെ ഹാൻസെലി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് സ്ട്രെസ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു അപ്രോച്ചാണ്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുണ്ട്. തിങ്സ് ആർ ഗെറ്റിംഗ് ഡിഫറെന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം ആയിട്ട് നിങ്ങൾ എഫക്ട് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ അതിന്ന് മാറി നിന്നാലും നിങ്ങൾ അത് തിരിച്ചു വന്ന് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. Okay, thank you. Okay, so I just wanted to introduce you about Mentally നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ട് പിന്നെ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി അതിൽ ബോത്ത് നിങ്ങൾക്ക് ഓൺലൈൻ സെഷൻസ് എടുക്കാം,
പിന്നെ ഓഫ്ലൈൻ നമ്മൾ റെഡി ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന എംപ്ലോയി വെൽനസിലാണ്. നമ്മൾ കോർപ്പറേറ്റ്സ് ഓർഗനൈസേഷൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ഹോൾ ടുഗെദർ ഒരു വെൽനസ്, എംപ്ലോയി വെൽബീയിങ്, എംപ്ലോയി അസിസ്റ്റന്റ്, അങ്ങനത്തെ പ്രോഗ്രാംസും അതിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻ പ്ലാറ്റ്ഫോമാണ് മെന്റലി ഇപ്പോൾ ബേസിക് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ എന്തായാലും ദേവിക ഇതിലുണ്ടെങ്കിൽ ഷീ ക്യാൻ ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മെന്റലി. ഹലോ അസ്ലം. യെസ് സജി. അഗോസ്റ്റ്യൻ. ഓക്കെ. ഞാൻ കറന്റ് ഇതിനു മുന്നേ ഒരു 1 year മുന്നേ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫാമിലി പ്രഷറും അങ്ങനത്തെ കാര്യങ്ങളായിട്ടായിരുന്നു, ജോബിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഓക്കെ. അപ്പം ഞാനതിനെ എന്തിന് ടാക്കിൾ ചെയ്ത് വെച്ചാൽ ജിം, ഹോം, ഓഫീസ് പറഞ്ഞ ഈ ലൂപ്പിലായിരുന്നു. അപ്പം ഇത് ഓക്കെ. ഞാൻ സോഷ്യലൈസിങ് കുറച്ചും കൂടി കട്ട് ചെയ്തിരുന്നു. ഉം. ഇപ്പം കറന്റ് ഞാൻ ഉള്ള ജോബിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വന്നപ്പം എനിക്ക് ലൂപ്പ് ബ്രേക്കായി. ഉം. സോ അത് രണ്ടാമതും വരുന്നുണ്ട് ഉം. ആ ഇഷ്യൂസ്. ഇപ്പം അതിന് ഉം. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഈ കാര്യത്തിൽ ഓക്കെ അല്ലേ? ഏത് കാര്യത്തിലാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഈ ജിമ്മും വർക്കും ഇത് ഈ സംഗതി നിങ്ങൾക്ക് മനസ്സിലായി. ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ലാസ്റ്റ് പറഞ്ഞ എന്താ എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങളെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ. അതായത് ഒരു 1 year മുന്നേ, അതായത് 2023 അത്യാവശ്യം ഫാമിലി പ്രഷറും കാര്യങ്ങളായിട്ട് ജോബ് ഓറിയന്റഡ് ആയിരുന്നു, ഇഷ്യൂസ് ആയിരുന്നു. സോ എനിക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് ജിമ്മും ഹോം ആൻഡ് ഓഫീസ് എന്നുള്ള ഒരു ലൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത്, ആൻഡ് അത് എനിക്ക് വർക്കായി. ആൻഡ് അതിൻ്റെ കൂടെ എൻ്റെ സോഷ്യലൈസിങ് കട്ടായി ഒരു പരിധി വരെ. ബട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ ഓഫീസ്, അതായത് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ചെയ്തപ്പം ഈ ലൂപ്പ് ബ്രേക്കായി. സോ എനിക്ക് ആ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ നമ്മൾ ചോദിക്കുന്നത്? അതെ. ഓക്കെ. അതിൽ നിങ്ങളെ ആ ഒരു പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ സ്ട്രാറ്റജി നല്ലതായിരുന്നു. പക്ഷെ അതില് നിങ്ങളെ പിന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു പിന്നെ നിങ്ങളെ ലൈഫിൽ വേണ്ടത് ഈ നെറ്റ്വർക്കിംഗ്, സോഷ്യലൈസേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ജോബ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ലൈഫ് എപ്പോഴും എവർ ഇവോൾവിംഗ് ആണ്. നമുക്ക് 20-ആം വയസ്സിലുള്ള ഒരു ചിന്തയാവില്ല ചിലപ്പോൾ നമുക്ക് 25-ആം വയസ്സിലുണ്ടാവുക. നമ്മളെ പേഴ്സണാലിറ്റിയും അതുപോലെ നമ്മളെ ലൈഫിനെ നോക്കി കാണുന്ന ആംഗിളൊക്കെ മാറും. അപ്പോൾ ഓരോ സിറ്റുവേഷൻ എത്തുമ്പോഴും നമ്മളത് മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ വേറൊരു സ്പേസിലേക്ക് പോകുമ്പോൾ യു നീഡ് ന്യൂ സ്ട്രാറ്റജീസ്. അപ്പൊ നിങ്ങൾ വീണ്ടും അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ ഞാൻ ഭയങ്കര അങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ ഇങ്ങനെയല്ല. അപ്പൊ ഇത് നമ്മള് ഈ പറയുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ചിന്താഗതിയിൽ ഒബ്വിയസ്ലി നമുക്കറിയാലോ, ഇപ്പൊ ഒരു 10 വയസ്സുള്ള കുട്ടി ചിന്തിക്കുന്ന പോലെയല്ല 20 വയസ്സുള്ള കുട്ടി ചിന്തിക്കുക. അപ്പൊ ആ ഒരു നമ്മളെ ഇവോൾവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ചേഞ്ചസ് ഒബ്വിയസ്ലി നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജോബ് ചേഞ്ച് വരുമ്പോഴും ഉണ്ടാവും. നമ്മൾ പുതിയ സിറ്റുവേഷനിൽ എത്തുമ്പോൾ പുതിയ സിറ്റുവേഷൻ പിന്നെ കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ വേറെ സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അപ്പോ പിന്നെ ഒബ്വിയസ്ലി വി ഹാവ് ടു ഇംപ്ലിമെന്റ് ന്യൂ സ്ട്രാറ്റജീസ് എവരിവെയർ. അതുകൊണ്ടാണല്ലോ മാനേജ്മെന്റ് എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ് എന്ന് പറഞ്ഞത്. അത് പണ്ടത്തെ ഒരു പിന്നെ സാധനം എപ്പോഴും വർക്ക് ആവണമെന്നില്ല. വി ഹാവ് ടു കീപ് ഓൺ ചേഞ്ച് അവർ സ്ട്രാറ്റജീസ്. ഓക്കെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ അർഷദ്. അതായത് എനിക്ക് 2 കാര്യങ്ങളായിരുന്നു. ഞാൻ ഒരു 2 വർഷം മുമ്പ് ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആയിരുന്നു. അതായത് ഒരുപാട് പൈസ വെച്ച് നമ്മൾ ആർട്സ് ഒക്കെ റൺ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ എന്റെ ഒരു ക്ലയന്റ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു ബോസ് എന്ന് പറയുമ്പോൾ കുറച്ച് ടോക്സിക് ആയിരുന്നു. ആ സമയങ്ങളിൽ എനിക്ക് ഇതേപോലെ നേരത്തെ നിഷാന പറഞ്ഞ പോലെ എനിക്ക് പെയിൻ വരുന്നത് ചെസ്റ്റിന്റെ ആ ഭാഗത്താണ് പെയിൻ വരുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പൊ ഒരു മെന്ററാണ്. അതായത് കോളേജുകളിൽ പോയിട്ടാണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത് കുറച്ച്. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ പോകാൻ നേരത്ത് പോകുന്നതിന് തലേ ദിവസം അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഇപ്പൊ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ലഞ്ച് ആണെങ്കിൽ ലഞ്ച് കഴിക്കില്ല. ഒരു ഭക്ഷണത്തോടൊരു വിരക്തിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല.
പിന്നെ നമ്മൾ ആ ഒരു അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 50-100 ആൾക്കാരുണ്ടാകും. അപ്പൊ അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓക്കെയാണ്. ഇതാണ് ഈ 2 പ്രശ്നങ്ങൾ എനിക്കുണ്ടായത്. അപ്പൊ ഇത് എങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അത് ഭക്ഷണത്തോടുള്ള ഒരു വിരക്തി ഉണ്ടാവും ടെൻഷൻ വരുമ്പോൾ, അതൊന്നാമത്തെ കാര്യം. മറ്റേത് ഒരു ഹെൽത്തിൽ വരുന്ന ഒരു ഇഷ്യൂസ്. അർഷദ്, നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഓക്കെ ആവുന്നത് നിങ്ങളൊരു ഹൈ അറോസൽ സ്റ്റേറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഒരിക്കലും അവിടെ നമ്മൾ വിശപ്പ് എന്നുള്ള സെൻസേഷൻ ബോഡിയിൽ നീഡായിട്ട് പോകല്ല. നിങ്ങൾ വേറൊരു സംഗതിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിലെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അണ്ടർലൈങ് ആയിട്ട് എന്തോ ഒരു സ്ട്രെസ്സർ, ഒരു ട്രിഗറിങ് ഇവന്റ് ഉണ്ട്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യലും നിർബന്ധമാണ്. അതല്ലെങ്കിൽ സിംറ്റം സബ്സ്റ്റിറ്റ്യൂഷൻ വരും. ഒരു അർഷദിന് ഒരു പ്രോബ്ലം എന്നുള്ളത് മറ്റൊരു പ്രോബ്ലം ആവും. ഒരു ഇഷ്യൂ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അത് മറ്റു ഇഷ്യൂ ആയിട്ട് വരും. ഒരു ലോങ് ടേം ആയിട്ട് ഒരാൾക്ക് ആൻസൈറ്റി ആൾ ട്രീറ്റ് ചെയ്യുന്നില്ല, ബോഡിലി സിംറ്റം ട്രീറ്റ് ചെയ്യുന്നില്ല. അത് ഇവോൾവ് ചെയ്ത് നമുക്ക് ഈസിലി ഐഡന്റിഫൈബിൾ അല്ലാത്ത വേറെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ആയിരിക്കും പിന്നീട് വരിക. അപ്പൊ ഒരു തെറാപ്പിസ്റ്റിനും പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിംറ്റം ആയിട്ട് അത് മാറാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരു ചെറിയ വരുന്ന സമയത്ത് തന്നെ, ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് തന്നെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷണത്തിനോട് താല്പര്യം കുറയുന്നത് സ്ട്രെസ് ഓർ ആൻസൈറ്റിന്റെ സിംറ്റം ആണോ? യെസ്, ഒബ്വിയസ്ലി. നമുക്ക് നമ്മളെ അപ്പറ്റൈറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ആകുന്ന സമയത്ത് ഇത് കുറയും. ആൻസൈറ്റി വരുമ്പോഴും കുറയും, ഡിപ്രഷൻ ആകുമ്പോഴും കുറയും. ഇതിൽ കുറയുക മാത്രമല്ല, ചില ആളുകൾക്ക് കൂടും ചെയ്യും. ഇപ്പൊ ചില ആളുകൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന ഹാബിറ്റ് ഉണ്ട്. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു നീഡ് ഉണ്ടാവില്ല. രാത്രിയൊക്കെ നമ്മൾ ഈവനിങ് നല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പിന്നെ നമ്മളിപ്പോൾ മന്തി കഴിക്കാൻ പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ പോകും. ചില ആളുകൾക്ക് കൂടുതൽ ആങ്ഷ്യസ് ആവുന്ന സമയത്ത് വെറുതെ ചിപ്സോ സ്നാക്സോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതും ഒരു സ്ട്രെസ് ഈറ്റിംഗ് എന്നാ പറയാ. അപ്പോൾ ഈ ഈറ്റിംഗ് ഹാബിറ്റിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. ഓക്കെ. ഹായ്, ഹലോ. ഞാൻ റിസ്വാന. ഞാൻ എന്താ പറയാ, ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഞാൻ എന്താ പറയാ ക്ലിനിക്കൽ സൈക്കോളജിയും കൗൺസിലിംഗ് സൈക്കോളജിയും സർട്ടിഫിക്കേഷൻ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് എന്നെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു, എന്റെ ഓൺ നീഡ്സിന്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഐ ഗിവ് CBTs തെറാപ്പീസ് ടു മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മൈ കേസ്, എന്റെ പ്രൊഫഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാനൊരു ഡെവലപ്മെന്റ് ആ ഒരു സൈഡിലാണ്. അപ്പൊ ഇപ്പൊ എന്റെ ഒരു കേസ് വരും, എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മറ്റുള്ളവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഭയങ്കര ഒരു സ്ട്രഗിൾ ആയി വന്നു. അപ്പൊ അതിനാണ് ഇപ്പൊ എനിക്ക് സൊല്യൂഷൻ വേണ്ടത്. ഞാനിപ്പോ ഒരു ഓർത്തോ ഡോക്ടറാണ്. എന്റെ കാലൊടിഞ്ഞാൽ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ വേറെ തെറാപ്പിസ്റ്റ് അടുത്ത് പോകേണ്ടി വരും. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യപ്പോൾ നിങ്ങൾ CBT ചെയ്യുന്ന ആളാണെങ്കിൽ ചൂസ് സംതിങ് ഡിഫറെന്റ്. അതായത് നിങ്ങൾ സൈക്കോ അനാലിസിസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ചൂസ് ചെയ്യാം. നിങ്ങൾ ഏത് മൊഡാലിറ്റി ആണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തെറാപ്പി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾക്ക് ഓണായിട്ട് ഒരിക്കലും നമുക്ക് തെറാപ്പി ചെയ്യാൻ കഴിയില്ല, അത് വർക്ക്ഔട്ട് ആവില്ല. കാരണം നമ്മളെ ഒരു തോട്ട് പാറ്റേൺ എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും ഒരു സ്പെസിഫിക് തോട്ട് പാറ്റേൺ ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ മറ്റൊരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഈവൻ ഇഫ് എനിക്കൊരു പ്രോബ്ലം വന്നാൽ ഞാൻ വേറെ തെറാപ്പിസ്റ്റ് അടുത്ത് പോകേണ്ടി വരും. അതെന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട്. ആള് ഈ എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം അതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു, പിന്നെ എടോ നിനക്ക് വട്ടായ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു എന്റെ അടുത്ത്. അത് ആളൊരു ഡോക്ടർ, ഒരു ഓർത്തോ ഡോക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ചോദ്യം ആൾ തിരിച്ചു ചോദിച്ചു. ഒബ്വിയസ്ലി we have to go to another therapist. ദേവികന്റെ മൈക്ക് മ്യൂട്ട് ആണെന്ന് പറഞ്ഞു. Okay. Nilofer, you have something to ask? Allah, you seem very tired, so I was going to tell Arshad we can wrap up. നല്ല ഹെക്ടിക് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഞാൻ മോർണിംഗ് ടു ഏകദേശം 7 മണി വരെ എനിക്ക് ക്ലയൻസ് ഉണ്ടായിരുന്നു. Thank you so much for spending time. Yeah, sure. Yeah.
ഹലോ, Okay, ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. mentally programs കൂടുതൽ ഒന്ന് പറയാമോ? I think Devika can explain that. റാഫേൽ, ദേവികയുടെ മൈക്കിന് If ചെറിയൊരു she's പ്രശ്നമുണ്ട്. അപ്പോ ഗ്രൂപ്പിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് മെമ്പറാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. Sure. Okay, thank you everyone. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനിന്ന് ഒരുപാട് ക്ലയൻസ് ഉള്ളത് കൊണ്ടുള്ള ചെറിയൊരു ഒരു ടയർഡ്നെസ് ഉണ്ട്. സോ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. താങ്ക് യു ഫോർ ദിസ് Okay, വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. ഹാവ് എ നൈസ് thank ഡേ. you. താങ്ക് യു sir. Thank you so much. Thank you. Okay, bye.